കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നിട്ട് വളരെ അടുത്തായിട്ട് വികാസവാണിയിലുള്ള തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു 4 BHK വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 3 കിലോമീറ്ററും കാക്കനാട് ടൗണിലേക്ക് ഏകദേശം 4 കിലോമീറ്ററും പാലാരിവട്ടം ജംഗ്ഷനിലേക്ക് ഏകദേശം 9 കിലോമീറ്ററുമാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് ഒരു മെയിൻ ടാർ റോഡ് മുനിസിപ്പൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഈ കാണുന്ന വീടിൻ്റെ വിശേഷവുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പടിഞ്ഞാറ് ദർശനമായിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ ഒരു A ടൈപ്പ് സ്ട്രക്ചറൊക്കെ കൊടുത്തിട്ട് ഷ്രിങ്കിൾസിൻ്റെ വർക്കും ടെക്സ്ചർ വർക്കുകളെല്ലാം കൊടുത്ത് GI ഫ്രെയിം വർക്കുകളെല്ലാം കൊടുത്ത് നല്ലൊരു കളർ പാറ്റേണിൽ തന്നെയാണ് വീടിൻ്റെ എലവേഷൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്കാണ്. നല്ല രീതിയിൽ കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ലൊരു ടെക്സ്ചർ വർക്കുകളും 4-way ലൈറ്റുകളും GI ഫ്രെയിം വർക്കൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നിട്ട് നമ്മൾ വീടിൻ്റെ പില്ലറിലേക്ക് എത്തിക്കഴിഞ്ഞ് ഗേറ്റിൻ്റെ പില്ലറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ഗേറ്റ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 16 അടിയോളം വരുന്ന ഗേറ്റ് വരുന്നുണ്ട്. ഒരു സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡിലേക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുമാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമ്മൾ കോമ്പൗണ്ടിൽ കിട്ടുന്നുണ്ട്. ഫ്ലോറിലായിട്ട് വരുന്നത് ആർട്ടിഫിഷ്യൽ സ്റ്റോണാണ് വിരിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് ബാലൻസ് ഉണ്ട്. ഒരു കവേർഡ് പാർക്കിംഗ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വലിയ XUV ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം വരുന്നുണ്ട്. പോർച്ചിൻ്റെ പില്ലറിലായിട്ട് ടെക്സ്ചർ വർക്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അഡീഷണൽ പാർക്കിംഗ് സ്പേസ് നമുക്ക് ഈ ഭാഗത്തും കിട്ടുന്നുണ്ട്. ഒരു സെയിം ടൈലിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഭാഗത്തും വരുന്നുണ്ട്. ചെറിയൊരു പ്ലാന്റ് ഒക്കെ വയ്ക്കാൻ പറ്റുന്നൊരു സൗകര്യം ഈ ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ്. ഇവിടെയും അത്യാവശ്യം സെറ്റ് ബാക്ക് കൊടുത്തൊരു ടാപ്പിൻ്റെ പോയിന്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ് വരുന്നത്. നല്ല വീതിയുള്ള സ്റ്റെപ്പുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം 2 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്നൊരു സൗകര്യം നമുക്ക് സിറ്റ് ഔട്ടിൽ കിട്ടുന്നുണ്ട്. ഫ്ലോറിലായിട്ട് ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 2 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യം വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് 2 ഫ്രഞ്ച് വാളി വിൻഡോ ഭിത്തിയിലായിട്ട് വരുന്നുണ്ട്. തൂണിലൊക്കെ ആയിട്ട് നല്ല ടെക്സ്ചർ വർക്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജംഗ്ഷൻ ലൈറ്റുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോറിലേക്കാണ് വരുന്നത്. ഏകദേശം 1:10 വീതിയിൽ വരുന്ന ഒരു സിംഗിൾ പാളി ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അത് മഹാഗണി തടിയിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നേരെ നമ്മൾ എത്തുന്നത് ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു വൈറ്റ് കളർ ടൈൽ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു L ഷേപ്പ് കോർണർ സെറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു 2 വാളി വിൻഡോ നമുക്ക് ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് കണ്ടത് ഇവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് TV യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു TV യൂണിറ്റിൻ്റെ സൗകര്യം നമുക്കിവിടെ വരുന്നത്. നല്ല രീതിയിൽ ഒരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വുഡൻ കളർ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. ഫോൾ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും ചെറിയൊരു പാർട്ടീഷൻ വർക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഏകദേശം ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യം നമുക്ക് ഡൈനിങ് റൂമിൽ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഭിത്തിയിലായിട്ട് ടെക്സ്ചർ വർക്കുകൾ ആ ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചെറിയൊരു ക്രോക്കറി ഷെൽഫിൻ്റെ വർക്ക് ഈ ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ഇന്ന് നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് റൂമിലുള്ള വാഷ് കൗണ്ടറിൻ്റെ ഏരിയയിലേക്കാണ് വരുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസും വരുന്നുണ്ട്. ബിഹൈൻഡിലായിട്ട് ലൂവർ പാനലിങ്ങും മിററിൻ്റെ സൗകര്യവും വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് റൂമിൽ നിന്ന് പുറത്തേക്കുള്ളൊരു കോർട്ട്യാർഡ് സ്പേസിലേക്കാണ് വരുന്നത്. കർട്ടൻ ഗ്ലാസിൻ്റെ ഒരു സ്ലൈഡിങ് ഡോറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ചെറിയൊരു വാട്ടർ ഫൗണ്ടൈൻ്റെ വർക്ക് വരുന്നുണ്ട്. ചെറിയൊരു സിറ്റിംഗ് സ്പേസൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് നല്ല ഭംഗിയിൽ തന്നെ കവേർഡായിട്ടാണ് ഈ ഒരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ കിച്ചൺ സ്പേസിലേക്കാണ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ സ്പേസ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിഴക്ക് ഭാഗത്തായിട്ട് 3 പാളി വിൻഡോ വരുന്നുണ്ട്. ചിമ്മിണി വയ്ക്കാനുള്ള പ്രൊവിഷൻസ് വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു നാനോ വൈറ്റ് ഗ്രാനൈറ്റ് L ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴ്വശത്തായിട്ടും സ്റ്റോറേജ് സൗകര്യങ്ങൾ വരുന്നുണ്ട്. വടക്ക് ഭാഗത്തായിട്ട് സിങ്കിൻ്റെ സൗകര്യം വരുന്നുണ്ട്. 2 സെറയുടെ ടാപ്പ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഡോറ് തുറന്ന് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം സൗകര്യമുള്ളൊരു സെക്കൻഡറി കിച്ചണായിട്ടോ വർക്ക് ഏരിയ ആയിട്ടോ യൂട്ടിലിറ്റി ഏരിയയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് വരുന്നുണ്ട്. നല്ല രീതിയിൽ ഭംഗിയിൽ തന്നെ ഈ ഒരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ നമുക്ക് വടക്ക് കിഴക്കേ മൂലയിലായിട്ട് കിണറിൻ്റെ സൗകര്യം വരുന്നുണ്ട്. നല്ല ശുദ്ധമായ കിണർ വെള്ളം കിട്ടാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ KW വാട്ടർ കണക്ഷൻ വരുന്നുണ്ട്. കിഴക്ക് ഭാഗത്തായിട്ടും അത്യാവശ്യം സെറ്റ് ബാക്കൊക്കെ കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്.
താഴത്തെ നിലയിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ മാസ്റ്റർ ബെഡ്റൂം കൺസെപ്റ്റിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് നമ്മൾ വരുന്നത്. ഏകദേശം 140 സ്ക്വയർ ഫീറ്റോളം വരുന്ന ബെഡ്റൂമാണ്. സെയിം ടൈൽ പാറ്റേണിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്ക് വരുന്നത് ഈ ഭാഗത്തായിട്ട് നല്ല രീതിയിൽ ഒരു 4 പാളി വാൾഡ്രോബിൻ്റെ സൗകര്യം, അതിൻ്റെ താഴെയായിട്ട് ഡ്രോ സൗകര്യങ്ങളും വരുന്നുണ്ട്. തെക്ക് ഭാഗത്തായിട്ട് ഒരു 3 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഒരു ഡ്രസ്സിങ് മിററിൻ്റെ ഏരിയയിലേക്കാണ് വരുന്നത്. ഇവിടെയും അത്യാവശ്യം നല്ലൊരു മിററിൻ്റെ സൗകര്യവും അതിൻ്റെ താഴെയായിട്ട് ഡ്രോയുടെ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം സ്പേസ് നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട്. സെറയുടെ തന്നെ ഫിറ്റിങ്സുകളാണ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സെറയുടെ വാഷ് ബേസിനും മറ്റും പ്രൊവൈഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വരുന്നത് വീടിൻ്റെ താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം ഒരു 110 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബെഡ്റൂം സ്പേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. തെക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് 3 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. ഒരു 3 പാളി വാൾഡ്രോബിൻ്റെ സൗകര്യവും ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡ്രസ്സിംഗ് മിററിൻ്റെ സൗകര്യം ഈ ഭാഗത്തും ഈ ബെഡ്റൂമിന് നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ വന്നിട്ട് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കുള്ള സൗകര്യം വരുന്നുണ്ട്. സെറയുടെ തന്നെ ക്ലോസറ്റും വാഷ് ബേസിനും ഡൈവേർട്ടറും എല്ലാം കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്ന വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഏരിയയിലേക്കാണ് വരുന്നത്. ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന സ്റ്റെയറാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബിഹൈൻഡിലായിട്ട് വരുന്നത് ഒരു ഇൻവെർട്ടറൊക്കെ വയ്ക്കാനുള്ള ഒരു ക്യാബിൻ്റെ സൗകര്യം വരുന്നുണ്ട്. നല്ല രീതിയിൽ കബോർഡ് വർക്കുകൾ വരുന്നുണ്ട്. ഫ്ലോറിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫുൾ ബോഡി ടൈലാണ്. 2 ചെറിയ വിൻഡോസിൻ്റെ സൗകര്യം വരുന്നുണ്ട്. ഹാൻഡ് റെയിലിനായിട്ട് GI ഫ്രെയിമിൽ വുഡൻ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് സ്റ്റെയർ കയറി നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് നമുക്ക് ഈ ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. TV വയ്ക്കാനുള്ള സൗകര്യവും TV യൂണിറ്റും മറ്റും ഈ ഭാഗത്തായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് നേരെ വരുന്നത് ലിവിങ് റൂമിൻ്റെ തന്നെ വേറൊരു പാർട്ടീഷൻ ഏരിയയിലേക്കാണ് വരുന്നത്. ഇവിടെയും നല്ല രീതിയിലൊരു സ്റ്റഡി ഏരിയ കൺസെപ്റ്റിൽ വരുന്ന ഒരു കമ്പ്യൂട്ടർ ടേബിളും മറ്റ് സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ബുക്ക് ഷെൽഫ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയും നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് വരുന്നത്. തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വരുന്ന ഒരു ബെഡ്റൂം സ്പേസ് തന്നെയാണത്. ഏകദേശം 150 സ്ക്വയർ ഫീറ്റ് വലിപ്പം തന്നെ ഈ ബെഡ്റൂമിന് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ കബോർഡ് വർക്കുകൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ഒരു മിനിമലിസ്റ്റിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഒരു ഡ്രസ്സിങ് ഏരിയയിലേക്കാണ് വരുന്നത്. നല്ല രീതിയിലൊരു മിററിൻ്റെ വർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സെയിം ഫിറ്റിങ്സിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ വരുന്ന ഒരു ബാത്റൂം സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ 4ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് വരുന്നത്. ഏകദേശം ഒരു 110 സ്ക്വയർ ഫീറ്റോളം വരുന്ന ബെഡ്റൂമാണ്. സെയിം ടൈൽ പാറ്റേൺ തന്നെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. ഒരു 3 പാളി വാൾഡ്രോബിൻ്റെ സൗകര്യം ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. തെക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. കിഴക്ക് ഭാഗത്തായിട്ട് ഒരു 3 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. ഒരു ചെറിയ ഡ്രസ്സിംഗ് മിററിൻ്റെ സൗകര്യം ഈ ഭാഗത്തും വരുന്നുണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ സൗകര്യം കൊടുത്തിട്ടുണ്ട്. സെയിം ടൈൽ പാറ്റേണും ഫിറ്റിങ്സുകളും തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് വരുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ നല്ല രീതിയിൽ കവറൊക്കെ ചെയ്ത് സേഫ്റ്റി ആയിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. GI ഫ്രെയിമിൽ ഷീറ്റൊക്കെ വിരിച്ച് ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സൗകര്യം ഈ ഭാഗത്ത് വരുന്നുണ്ട്. ടാപ്പ് പോയിൻറ്റുകളും പ്ലഗ് പോയിൻറ്റുകളും ഡ്രെയിനേജും എല്ലാം ഈ ഭാഗത്ത് തന്നെയാണ് കൊള്ളിച്ചിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമുക്ക് ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റെയറിൻ്റെ സൗകര്യമുണ്ട്. സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. നല്ല സേഫ്റ്റിയിൽ തന്നെയാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ്. അപ്പർ ലിവിങ്ങിൽ നിന്നിട്ടാണ് ബാൽക്കണി സ്പേസ് വരുന്നത്. ഡോർ തുറന്ന് നമ്മൾ ബാൽക്കണിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണി സ്പേസ് ഒരു തെക്ക് പടിഞ്ഞാറ് കോർണറിലായിട്ടാണ് കിട്ടുന്നത്. തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നിട്ടുള്ള കാറ്റും വെളിച്ചവും കിട്ടാനുള്ള സൗകര്യം വരുന്നുണ്ട്. ഹാൻഡ് റെയിലിനായിട്ട് GI ഫ്രെയിമിൽ CNC ഡിസൈനൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നല്ല രീതിയിൽ ഹാൻഡ് റെയിലിൻ്റെ ഒരു വർക്കിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. താഴെയായിട്ട് പ്ലാന്റ് ബോക്സിൻ്റെ സൗകര്യങ്ങളെല്ലാം കൊടുത്ത് നല്ലൊരു ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ബാൽക്കണി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്.
കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന വികാസവാണിയിലുള്ള തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു 4 BHK വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഈ വീട് 4 സെൻറ്റ് ലാൻഡിലായിട്ട് 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടുകൂടി 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വീടാണ്. ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 1 കോടി രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിൾ ആണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുള്ള ലോൺ സൗകര്യവും ലഭ്യമാണ്. ഈ വീട് കാണുന്നതിനോ ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനോ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.